താരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളവും മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 പനക്കലെ ശിവരാമന്റെ മകളാണ് നന്ദന. ഒരു വൈകുന്നേരം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന നന്ദനയെ ഹരിപ്രസാദ് പിന്തുടരുന്നു. സ്റ്റോപ്പില് ബസ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരാള് പിറകെ. ആര്? ആരാന്നറിയില്ല. ഈ നാട്ടിലുള്ളവരെ കണ്ടാൽ അറിഞ്ഞുകൂടെ നിനക്ക്? അത് ആ ചെമ്പരിക്കലെ ഹരിപ്രസാദിനെ പോലെ തോന്നി. വിവരമറിഞ്ഞ ശിവരാമൻ ഹരിയെ ചോദ്യം ചെയ്യുന്നു. നീ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് നന്ദനയുടെ പുറകെ ചെന്ന് പേടിപ്പിച്ചു എന്ന് അവള് പറഞ്ഞു. സന്ധ്യാനേരത്ത്, അത് മഴയത്ത്. നന്ദന തനിയെ നടന്നു പോകുന്നതുകൊണ്ട് ഞാൻ കൂട്ടിച്ചെന്നതാ, ഒരു ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നന്ദനയുടെ അമ്മാവനും വക്രബുദ്ധിക്കാരനുമായ ശേഖരൻ തന്റെ മകൾ സുധയുമായി പനക്കൽ വീട്ടിലെത്തുന്നു. അന്തസ്സായിട്ട് തന്നെ നമുക്ക് ഏട്ടന്റെ മോളുടെ കല്യാണം നടത്താം. ഒന്നിനും ഒരു കുറവും വരില്ല. രഘുവരൻ എന്ന ചെറുപ്പക്കാരൻ നന്ദനയെ പെണ്ണ് കാണാനായി വരുന്നു. ഇനി തുടർന്ന് കാണുക. ഒരു പെണ്ണ് കാണലിന് പോകുമ്പോഴെങ്ങനെയാ നടന്ന് അലഞ്ഞു ചെല്ലുന്നത്? വേറെ ഏതെങ്കിലും വഴിയുണ്ടോ മോനെ? ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ വണ്ടി വീട്ടിലെത്തും. പക്ഷെ 2 കിലോമീറ്റർ കൂടുതൽ ഓടണം. ഓ, അത് സാരമില്ല. ആ, എന്നാ ഇടത്തോട്ട് വളഞ്ഞാട്ടെ. ആ, ശരി ഇനിയാ. ശരി, താങ്ക്സ്. അതെയോ? ഒരു മിനിറ്റ്. രഘു, നോക്കടാ, വന്ന ഉടനെ തന്നെ കല്യാണപ്പെണ്ണാക്കാണ്. ആ, വാ ഇറങ്ങ്. അതെ, ശിവരാമൻ ചേട്ടന്റെ വീട് തന്നെയല്ലേ ഇത്? അതെ, ഞാനിപ്പോ വിളിക്കാട്ടോ. കേറിയിരിക്കൂ. അതെ, ഭാവി മനോൾക്ക് കൊഞ്ഞയും മുടന്തല്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് ചുമ്മാതിരുന്നേ, ആ കുട്ടി ഇങ്ങനെ കേക്കും. ആ, എന്നാ വാ. രാജപ്പന് ദൂരെ എവിടെയോ വേറൊരു പെണ്ണ് കാണലുണ്ട് പോലും. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. ആ, അതെ അതെ, എന്നെ ആ കാര്യം അറിയിച്ചിരുന്നു. ബ്രോക്കർമാരൊരു കോള് കിട്ടിയ വിടൂ. അയാള് വേണമെന്നില്ലല്ലോ, പയ്യൻ വന്ന് കുട്ടിയെ കാണുക എന്നുള്ളതാണല്ലോ പ്രധാനം. തീർച്ചയായും. രഘുവരനാണെങ്കിൽ ഈ ബഹളങ്ങളിലൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് അമ്മാവന്മാരെയും കൂട്ടുകാരെയും ഒന്നും വിളിച്ചോണ്ട് വരാഞ്ഞത്. എന്റെ മോളും ഏകദേശം അതേ പ്രകൃതക്കാരിയാ. എനിക്ക് ഇവൾക്കും പിന്നെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലയോ? രഘുവരൻ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? എറണാകുളത്താ. എന്ന് വെച്ച് എറണാകുളത്ത് ഇയാൾക്ക് സ്ഥലപരിചയമൊന്നും ഉണ്ടാവില്ല. കോളേജ്, ഹോസ്റ്റൽ, പിന്നെ ലൈബ്രറി, അതിനപ്പുറം പോയെങ്കിലല്ലേ. ആളൊരു ഒതുക്കക്കാരനാ. അങ്ങനെയാ ഞാനിവനെ വളർത്തിയത്. അതെ. എന്നാ പിന്നെ സമയം കളയണ്ട, ചടങ്ങ് നടക്കട്ടെ. ആയിക്കോട്ടെ. മോളെ, ചായ കൊണ്ടുവാ. മോളെ.
കൊടുക്കുമോളെ. കഴിക്കേ. എന്താ പേര്? നന്ദന. കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ. ഏ അങ്ങനെയൊന്നുമില്ല. എന്നാ മോളകത്തേക്കല്ലേ. അതെ, ഞങ്ങള് വരുമ്പോ മുറ്റത്ത് വേറൊരു പെൺകുട്ടി നിൽക്കുന്ന കണ്ടായിരുന്നു. അത് സുമിത്രയുടെ സഹോദരന്റെ മോളാ സുധ. ഓ, അത് ശരി. ഇവളാദ്യം വിചാരിച്ചു അതാണ് പെൺകുട്ടി എന്ന്. ഇപ്പൊ കാര്യം ക്ലിയർ ആയില്ലേ? വിചാരിച്ചത് ഞാനാണോ? അത് കൊള്ളാം. എന്താ? ഒന്നുമില്ല. അതെ, പെണ്ണ് കണ്ടത് നീയാ, നിനക്ക് വേണ്ടിയാ. അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം. പറയടോ. എനിക്ക് സമ്മതം. അപ്പോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. രാജപ്പനോട് ഞാനെല്ലാം പറഞ്ഞിരുന്നു. അല്ല, പുള്ളിക്കാരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കണമല്ലോ. ആ, അത് വേണം. മോളുടെ താല്പര്യം കൂടി ഒന്ന് ചോദിക്കണം എനിക്ക്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും ചോദിക്കണമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ചിട്ട. ആ, അതെ അതെ. തുടർന്നുള്ള വിവരങ്ങൾ പിന്നാലെ അറിയിക്കാം. അധികം വൈകിക്കണ്ട. ഇല്ല, ഇവിടുത്തെ മറ്റു മക്കളൊക്കെ? എല്ലാവരും പഠിക്കുന്നേ ഉള്ളൂ. ഒരു മകനാണല്ലേ? അതെ, അവൻ പോളിടെക്നിക്കിലാണ്, ഹോസ്റ്റലിലെ താമസം. എല്ലാരെയും വിശദമായിട്ട് ഇനി വരുമ്പോ കാണാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഓ, കാണാം. ശരി. ശരി. അതെ, അവര് പോയി. ഇനി ഒളിച്ചു നിൽക്കണ്ട. ഞാൻ ഒളിച്ചൊന്നും നിന്നതല്ല. അത് മനസ്സിലായി. ആട്ടെ, ചേച്ചിയുടെ അഭിപ്രായത്തിൽ ചെറുക്കൻ എത്ര മാർക്ക് വരെ കൊടുക്കാം? ഞാൻ നോക്കിയില്ല. പാർട്ടി ഇഷ്ടായോ? അത് പറ. പറ ചേച്ചി, ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായാലും ഇല്ലെങ്കിലും അവര് ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ? സ്ത്രീധനക്കാരെ അവര് സംസാരിച്ചോ അമ്മേ? ചോദ്യം കേട്ടതൊന്നും സംസാരിച്ചോളുടനെ എടുത്തു കൊടുക്കാൻ കരുതിക്കുട്ടി നീ വെച്ചിട്ടുണ്ടെന്ന്. അതിന് അമ്മ എന്തിനാ ചൂടാവുന്നേ? ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നു, അയാളെ ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ നന്ദിനി ചേച്ചിയോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. കല്യാണം നടത്താൻ വേണ്ടിട്ടാണല്ലോ ആലോചനയായി വരാൻ അവരോട് പറഞ്ഞത്. ഞാനല്ല, നിന്റെ അച്ഛനാ പറഞ്ഞത്. എന്തായാലും അത് അമ്മ അറിയതല്ല. കല്യാണം ഉടനടി നടത്താനും മാത്രം പ്രായം കഴിഞ്ഞു നിൽക്കുക അവള്? അതോ നന്ദന നിന്നോട് പറഞ്ഞോ അവൾക്ക് ഉടനെ കല്യാണം വേണോന്ന്? എന്തിനാ അമ്പിളി ഓരോന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നത്? വഴക്കല്ല ചേച്ചി, കാര്യല്ലേ പറയുന്നത്. ഒരാളുടെ മാത്രം കല്യാണം നടത്തിയ പോരെ ഈ വീട്ടില്. അനിലേച്ചിക്ക് എത്ര വയസ്സായി? അതിന് തൊട്ടുപുറകെ ഞാൻ. നീ കല്യാണം കഴിക്കാൻ കയറ് പൊട്ടിച്ച് നിൽക്ക? ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങള് 3 പേരെയും കൂടി ഒരുമിച്ച് കെട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോ മൂത്തവര് കെട്ടി ഭാരം ഒഴിയട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ നോക്കിയാലേ 3 അല്ല പെൺകുട്ടികള്, 4. 4ന്റെ കല്യാണം നടത്തണം. 4 പേരോ? എന്താ സുധ ഈ വീട്ടിലെ അല്ലേ?
എന്റെ ആങ്ങളുടെ മോളാണെന്ന് കരുതി ഞാൻ ഇവളെ എന്റെ സ്വന്തം കുട്ടിയായിട്ട് കരുതിയിരിക്കണേ. പ്രായത്തിലും മൂത്തത് സുധയാ. ഇവളുടെ കല്യാണമല്ലേ ആദ്യം നടത്തേണ്ടത്. ന്യായം പറയുമ്പോ എല്ലാവരുടെയും ന്യായം പറയണമല്ലോ. ഞാൻ നോക്കിയിട്ട് സുധയുടെ കല്യാണം ആദ്യം. അതാ അതിന്റെ ശരി. നീ വാ മോളെ, എല്ലായിടത്തും വെച്ചേ. പിള്ളേരൊക്കെ അവരുടെ ഹോംവർക്കും കഴിഞ്ഞ് കിടന്നു. ഇവിടെ ഒരാളുടെ ഹോംവർക്ക് മാത്രം കഴിഞ്ഞിട്ടില്ല. പിള്ളേരുടെ ഹോംവർക്ക് തെറ്റിയാ കുറച്ച് ശിഷ്ടമേ വരുള്ളൂ. എന്റെ ഹോംവർക്ക് തെറ്റിയാ വലിയ നഷ്ടം വരും. എത്ര നഷ്ടം വന്നു ആർക്കറിയാം? കണക്കും കാര്യമൊക്കെ തന്നെത്താനല്ലേ. ലാഭം വന്നാലും നഷ്ടം വന്നാലും മറ്റാരും അറിയില്ലല്ലോ. എടി, ആകെക്കൂടെ നോക്കുമ്പോ ലാഭമേ ഉള്ളൂ. 52 കൊല്ലത്തെ ജീവിതം ആ മൂലധനം. ഭാര്യയും മക്കളും ഈ കുടുംബവും, അതാ ആകെ കിട്ടിയ ലാഭം. എന്തിനുണ്ടല്ലോ ഒരു വേദാന്തം. നീ ആ ചെറുക്കനെ കണ്ടില്ലേ? കൊള്ളാവല്ലേ? കേട്ടെടുത്തോളം കുടുംബവും ആൾക്കാരും ഒക്കെ നല്ലതാ. നന്ദനയുടെ അത്രയും പഠിപ്പില്ലല്ലോ. എല്ലാം തികഞ്ഞു കിട്ടൂ. നിങ്ങൾ എന്തോ പറഞ്ഞ അവരെ അയച്ചത്? ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിവരം പുറകെ അറിയിക്കാവുന്ന. അവർക്കിഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അറിയിച്ചാ മതി. അവളുടെ ഇഷ്ടം കൂടി ചോദിക്കണ്ടേ? നീ നന്ദനയോട് ചോദിച്ചോ? അത് നിങ്ങൾ തന്നെ അങ്ങ് ചോദിച്ചാ മതി. എനിക്കെന്തോ ഇതത്ര നല്ല ആലോചനയായിട്ടൊന്നും തോന്നുന്നില്ല. അതെന്താ സുമിത്രേ? അവര് ചോദിച്ചത്ര സ്ത്രീധനം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എവിടെയാ സ്വർണവും പണം? ഞാൻ നോക്കിയാ കുറെയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. പിന്നെ സ്വർണം വേണമെന്ന് വെച്ചാ അത് നടക്കും. ഇപ്പൊ ഇല്ലാത്ത സ്ത്രീധനം ഉണ്ടാക്കി അവളുടെ കല്യാണം നടത്തേണ്ട ആവശ്യം എന്താ? പ്രായം കൂടിപ്പോയോ? 24 വയസ്സല്ലേ ആയുള്ളൂ. ഇപ്പൊ ഒരു കല്യാണം നടത്തിയ അതിന്റെ കേടുപാടുകൾ തീരണമെങ്കിൽ 2 കൊല്ലമെങ്കിലും കഴിയും. അപ്പോഴേക്ക് അനിലയുടെ കല്യാണം നടത്തണ്ടേ? അവളും പ്രായമായി വരുന്നത് കാണുന്നില്ലേ? ഇപ്പൊ എടുപിടി നീ കല്യാണം നടത്തേണ്ട ഒരു കാര്യമില്ല. നന്ദനയുടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? എപ്പോഴായാലും അവളും എന്റെ മോളല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ മോള് വലുതാണല്ലേ. ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എന്നാ നിങ്ങള് ഇതും കൂടി കേട്ടു. എനിക്കും എന്റെ മക്കളാ വലുത്. വല്ലവളുമാരും പെറ്റിട്ട് പോയ പെണ്ണിന്റെ കാര്യത്തിൽ എനിക്കെന്താ ഇത്ര ഉത്തരവാദിത്വം? അവൾ ആരാ എന്റെ? സുമിത്രേ, പെങ്ങളെ അളിയന്റെ അടുത്ത് വന്ന് പരാധീനത പറയുന്നത് അന്തസ്സലെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാൻ, പ്രാരാബ്ധക്കാരനായിപ്പോയി. അതിനിവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ശേഖരേട്ടാ. എന്നാലും സത്യം സത്യം തന്നെയല്ലേ സുമിത്രേ? കുഞ്ഞുനാളിൽ നിന്നെ വളർത്താനും പഠിപ്പിക്കാനും ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്ന് കരുതി അതിന് പ്രതിഫലം ഇപ്പൊ ചോദിക്കുന്നത് ശരിയാണോ? എങ്കിൽ പിന്നെ ഈ രക്തബന്ധത്തിന് സ്നേഹബന്ധത്തിന് എന്താ അർത്ഥം? അങ്ങനെ കണക്ക് പറയുന്നതിനല്ല ശേഖരൻ. അളിയനും അതറിയാലോ. ഞാൻ ഇവളോടൊരു കാര്യം സംസാരിച്ചിരുന്നു. അത് അളിയനോട് സൂചിപ്പിച്ചു കാണുമല്ലോ. 2 കാലിൽ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. എപ്പോഴാ ചടഞ്ഞു വീണ് കണ്ണടയ്ക്കാന്ന് ഒരു നിശ്ചയവുമില്ല. അതാ പെങ്ങളെ അവസ്ഥ. പുറമേ കാണുന്ന ചട്ടക്കൂട് മാത്രമേ ഉള്ളൂ. തകരാറ് കിഡ്നിക്കല്ലേ. ഡയാലിസിസ് ചെയ്താ പിടിച്ചു നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ ഇവിടെ വെച്ച് ശ്വാസം പോയാലും ഭയമില്ല എനിക്ക്. പക്ഷേ സുധയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അവളെ ആർക്കെങ്കിലും ഏൽപ്പിക്കാതെ ജീവനെടുത്ത മോക്ഷം കിട്ടില്ല എന്റെ ആത്മാവിന്. എന്നും അത് തറവാടിന് ദോഷമായി തീരും. ഇങ്ങനെ അറം പറ്റുന്ന വർത്തമാനങ്ങൾ പറയാതെ ശേഖരേട്ടാ. ഒരു ദിവസം നേരത്തെ എന്റെ കുട്ടിയുടെ മംഗല്യം നടത്തണം. ആ ഒറ്റ ചിന്തയുള്ളൂ എനിക്ക്. അളിയൻ മനസ്സ് വെച്ചാൽ നടക്കും. ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ആലോചിച്ചു വരുന്നവരെ ഞാൻ ആയുസോടെ ഇരിക്കുന്ന എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പോ ഒരാലോചന ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അത്
ആ ബന്ധം സുധയ്ക്കായി ഇങ്ങ് ഉറപ്പിച്ചുകൂടെ? നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച കല്യാണം അത് സുധയ്ക്ക് വേണ്ടി വെച്ചു മാറാമോന്ന് ചോദിക്കുന്നു. ഇപ്പോ ഒരാലോചന ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അത് ആ ബന്ധം സുധയ്ക്കായി ഇങ്ങ് ഉറപ്പിച്ചുകൂടെ? ശേഖര, അത് എന്റെ മോൾക്ക് വന്ന ആലോചനയല്ലേ? മോക്ക് ഇനിയും മെച്ചപ്പെട്ട പയ്യന്മാര് വരില്ലേ? അച്ഛനായി ആരോഗ്യത്തോടെ അളിയൻ ജീവിച്ചിരിപ്പുണ്ട്. സുധയുടെ കാര്യം അതാണോ? എനിക്കിനി അധികം കാലമൊന്നുമില്ല. അവസാനം എടുത്തൊരു അച്ഛന്റെ അപേക്ഷയായി കരുതണം. ഈ കല്യാണം എന്റെ കുട്ടിക്കായി നടത്തി തരണം. യാചിക്കുകയാണ് അളിയ. സുധയ്ക്കാണെങ്കിൽ ശിവരാമൻ പേരപ്പെന്ന് വെച്ച എന്നേക്കാൾ ജീവന. അച്ഛന്റെ സ്ഥാനത്തല്ല, ദൈവത്തിന്റെ സ്ഥാനത്താ എന്റെ മോൾ അളിയനെ കാണുന്നത്. ഇവിടുന്ന് കൈയൊഴിഞ്ഞ ശിവരാമൻ ചേട്ടൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ടാ രഘുവരനെ പെണ്ണ് കാണാനായി അങ്ങോട്ട് അയച്ചത്. അന്ന് അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പിന്നെ എന്താ ഒരു മനംമാറ്റം? പയ്യനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞോ? ഇല്ല. അല്ല, രഘുവരൻ യോഗ്യനല്ലെന്ന് നന്ദന പറഞ്ഞോ? അങ്ങനെ ഒന്നുമില്ല രാജപ്പ. പിന്നെന്താ ഈ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് പറയുന്നത്? വെട്ടൊന്ന് മുറി രണ്ട് എന്ന കണക്കിനല്ലേ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞത്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതെനിക്കും കൂടെ അറിയണമല്ലോ. രഘുവരനും വീട്ടുകാരും പ്രതീക്ഷയില്ല. അവരുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ. നാളെയും തമ്മിൽ കാണേണ്ടവരാ. തന്നെയുമല്ല, എന്റെ അന്നമാണ് ഈ തൊഴില്. അതുകൊണ്ട് ശിവരാമൻ ചേട്ടൻ പറ, പ്രശ്നം എന്താ? രാജപ്പ, എനിക്ക് പെൺകുട്ടികൾ 3 പേരാ. പക്ഷേ കുടുംബത്തിൽ അവർക്ക് മൂത്തതായി ഒരാൾ കൂടിയുണ്ട്. സുമിത്രയുടെ ഏട്ടന്റെ മോള് സുധ. അത് നിങ്ങളുടെ മോളല്ലല്ലോ, അളിയന്റെ മോളല്ലേ? അതെ, എന്നാലും അച്ഛന്റെ സ്ഥാനത്ത് ഞാനല്ലേ. ശേഖരന് എല്ലാം കൊണ്ട് അല്പം പരിങ്ങലില്ല. സുധയ്ക്കൊരു ജീവിതം ആവാതെ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. വേണ്ടാത്ത ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കുന്നത് ബുദ്ധിയല്ല. പെൺമക്കൾ 3 എണ്ണം വീട്ടിൽ നിൽക്കും. ഒരു മോനുള്ളത് പ്രാപ്തിയായിട്ടില്ല. ഭാരം ചില്ലറയല്ല. പിന്നെ സ്വന്തം മോളേക്കാൾ വലുതാണോ അളിയന്റെ മോള്? കാര്യത്തോട് അടുക്കുമ്പോഴേ മനസ്സിലാവും സ്വന്തത്തിന്റെയും അന്യത്തിന്റെയും വില. എന്തായിരുന്നാലും എനിക്ക് സുധയുടെ കാര്യം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. എങ്കിലത് പിന്നത്തേക്ക് ആലോചിക്കാലോ. ഇപ്പൊ ഒരു പയ്യൻ വന്ന നന്ദനെ കണ്ടു, അതങ്ങ് നടക്കട്ടെ. എന്താ? ഞാനൊരു കാര്യം പറയാം. ആ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സുധയ്ക്ക് വേണ്ടി ആ കല്യാണം ആലോചിക്കാം. അതെ, നല്ലൊരു കുട്ടിയാണ് അവള്. സ്വഭാവ ഗുണമുണ്ട്. നന്ദനയുടെ കാര്യത്തിൽ രഘുവരന്റെ വീട്ടുകാർ എന്താണോ പ്രതീക്ഷിച്ചത് അതെല്ലാം സുധയുടെ കാര്യത്തിലും ചെയ്തിരിക്കും. അവരെങ്ങനെ ആർത്തി കാണിക്കുന്ന പാർട്ടിയല്ല. അതല്ല ഇപ്പൊ വിഷയം. നോക്ക് രാജപ്പ, പനക്കിലെ ശിവരാമന്റെ മോളുടെ സ്ഥാനത്ത് തന്നെയാ ശേഖരന്റെ മോളും. നിങ്ങളുടെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവും. രാജപ്പന് മനസ്സിലായതുപോലെ ആ പയ്യനെയും ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഒരു ചടങ്ങിന് വേണ്ടി ആ പയ്യൻ വന്ന് നന്ദനെ കണ്ടു എന്നുള്ളതിലപ്പുറം വേറെ നീക്കമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. രഘുവരനും സുധയുമായിട്ടുള്ള കല്യാണം നമുക്ക് നടത്താം. താൻ വിചാരിച്ചാൽ നടക്കും. അല്ല ശിവരാം ചേട്ടാ, നടക്കോടോ. വാ, താൻ വാ, വന്നേ. സുമിത്രേ, സുമിത്രേ, ഞാനിപ്പോ വീട്ടിലാ. പിന്നെ വിളിക്കാം. അമ്മ ഇവിടെ ഇല്ലച്ചാ, ശേഖരമാമയുടെ വീട്ടിൽ പോയതാ. അവൾ എന്തിനാ എപ്പോഴും അങ്ങോട്ട് ഓടി പോകുന്നത്? മോള് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്.
പറ്റി അച്ഛാ? അച്ഛന് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. വിഷമമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എന്താ അച്ഛാ? കേൾക്കുമ്പോ നിനക്കും വിഷമം തോന്നും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ പറഞ്ഞോ? നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച കല്യാണം അത് സുധയ്ക്ക് വേണ്ടി വെച്ചു മാറാമോന്ന് ചോദിക്കുന്നു. വെറുതെ അല്ല. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമൊന്നും ഇല്ലച്ചാ. ഞാൻ കുട്ടിയായിരുന്നപ്പോഴും വളർന്നു കഴിഞ്ഞപ്പോഴും എല്ലാ കാലത്തും അതങ്ങനെ തന്നെയായിരുന്നു. നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച കല്യാണം അത് ശേഖരൻ സുധയ്ക്ക് വേണ്ടി വെച്ചു മാറാമോന്ന് ചോദിക്കുന്നു. ഇവിടെ അങ്ങനൊരു സംസാരം ഞാൻ കേട്ടു. ആര് പറഞ്ഞു? അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, സുധയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കാമോന്ന്. ഓഹോ, എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാച്ചാ? അച്ഛനും അമ്മയും കൂടിയല്ലേ തീരുമാനിക്കേണ്ടതും നടത്തേണ്ടതുമെല്ലാം. ആ തീരുമാനം എന്തായാലും ഞാൻ അനുസരിക്കും. സുധയുടെ കല്യാണം നടത്തി കൊടുക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. പക്ഷേ അവൾക്കൊരു ജീവിതം വേണമല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് അന്നും ഇന്നും ഒരു സംശയമുള്ളൂ അച്ഛാ. ഒരമ്മയ്ക്ക് എപ്പോഴും സ്വന്തം മോളുടെ ജീവിതമല്ലേ വലുത്. പക്ഷെ അമ്മയ്ക്ക് എന്റെ കാര്യത്തിലുള്ളതിനേക്കാൾ താല്പര്യം സുദേശിയുടെ കാര്യത്തിലാ. സുദേശിക്ക് സ്വർണം വാങ്ങണം, സുദേശിയുടെ കല്യാണം നടത്തണം. എന്നെക്കുറിച്ച് അമ്മയ്ക്ക് ഒരു ചിന്തയും ഇല്ല. അത് പിന്നെ ശേഖരൻ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. സ്വന്തം കൂടപ്പിറപ്പല്ലേ മോളെ. അവളെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചയച്ചതും എല്ലാം ശേഖരനല്ലേ. ആ നന്ദിയും കൂറും തിരിച്ചങ്ങോട്ട് കാണിക്കുന്നേ ഉള്ളൂ. എന്നാലും സ്വന്തം മോളോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ അച്ഛാ? നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. വെറുതെ അല്ല. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമൊന്നും ഇല്ലച്ചാ. ഞാൻ കുട്ടിയായിരുന്നപ്പോഴും വളർന്നു കഴിഞ്ഞപ്പോഴും എല്ലാ കാലത്തും അതങ്ങനെ തന്നെയായിരുന്നു. അവളൊരു തണുപ്പൻ പ്രകൃതക്കാരിയാണെന്ന് നിനക്കറിയാലോ. എല്ലാവരോടും അങ്ങനെ തന്നെയാ. അല്ല, വ്യത്യാസമുണ്ട്. എനിക്ക് വന്ന കല്യാണം വളച്ചെടുത്ത് സുദേശിക്ക് നടത്തി കൊടുക്കണമെങ്കിൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണോ? ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മോളോട് ഇങ്ങനെ ചെയ്യോ? നിനക്ക് അതിനേക്കാളും ഒക്കെ നല്ല ഒന്നാന്തരം കല്യാണാലോചന കൊണ്ടുവന്ന് ഈ അച്ഛൻ നടത്തി തരും മോളെ. അത് പോരെ? ഞാൻ പരാതി പറഞ്ഞല്ലച്ചാ. എനിക്കും ചില കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിനക്ക് എന്ത് മനസ്സിലായി? അച്ഛൻ ചായ കുടിച്ചിട്ട് ഗ്ലാസ് താ, അത് തണുത്തു പോവും. എനിക്ക് ഒരേ എതിർപ്പും ഇല്ലച്ചാ. സുദേശിയുടെ കല്യാണം തന്നെ നടക്കട്ടെ.